ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഒരു ദിവസം സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്രകാരം ഈ ദിവസത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ സ്വർഗമിടയാക്കുന്ന വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന ആത്മീക അനുഗ്രഹം എത്രത്തോളം വലുതാണ് എന്ന് നാം മനസ്സിലാക്കുകയും ആ വചനങ്ങളെ ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അപ്രകാരം ഇന്നീ ദിവസത്തിലും നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ പുറപ്പാട് പുസ്തകത്തിൽ നിന്നും ചിന്തിച്ച് നമ്മുടെ ആത്മീക ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അപ്രകാരത്തിൽ തന്നെ ഇന്ന് ഈ ഹോപ്പ് ചാനലിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളതായിട്ടുള്ള ഭാഗം പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ നിസി, യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടു. ഇവിടെ സ്വർഗത്തിലെ ദൈവത്തിന് മോശ ഒരു യാഗപീഠം പണിതുകൊണ്ട് ആ യാഗപീഠത്തിനിടുന്ന പേരാണ് യഹോവ നിസി, യഹോവ എൻ്റെ കൊടി. ഗോഡ് ഈസ് മൈ ബാനർ. നമുക്ക് കണ്ണുകളടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അനുഗ്രഹമേറിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് ജയാളിയാകുന്ന നമുക്ക് ജയം നൽകുന്ന സ്വർഗത്തിലെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവിക കരമടിയങ്ങളോട് കൂടെ ഇരിക്കണം. അങ്ങയുടെ പരിശുദ്ധാത്മ ശക്തിയാൽ അടിയങ്ങളെ നിറച്ച് നയിച്ചവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്ത് നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തന്നെ ആമേൻ. തിരുവചനത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മോശയുടെ ജീവിതത്തിലൂടെ, ഇസ്രായേൽ ജനങ്ങളുടെ ജീവിതത്തിലൂടെ സ്വർഗത്തിലെ ദൈവം ചെയ്തതായിട്ടുള്ള അത്ഭുതങ്ങളെ നമ്മൾ പലവിധമായിട്ട് കണ്ടതാണ്. ദൈവം ശബത്തിൽ പ്രവർത്തിച്ച അത്ഭുതം, ഇസ്രായേൽ ജനങ്ങളെ ഫറവോൻ്റെ സന്നിധിയിൽ നിന്നും ഫറവോൻ്റെ രാജ്യത്ത് നിന്നും വിടുവിക്കുന്നതിന് വേണ്ടിയും ഫറവോനെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയും യഹോവയായ ദൈവം, യഥാർത്ഥ ദൈവം ആരാണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെയും ദൈവം ചെയ്തതായിട്ടുള്ള അത്ഭുതങ്ങളെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്രകാരത്തിൽ ദൈവത്തിൻ്റെ മറ്റൊരു അത്ഭുതത്തെക്കുറിച്ച് മോശ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു പുറപ്പാട് പുസ്തകത്തിൽ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം നോക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾ ഒരു യുദ്ധം നേരിട്ടതിനെക്കുറിച്ച് തിരുവചനം പറയുന്നു. നമുക്കറിയാം, മരുഭൂ പ്രയാണം ആരംഭിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവം ചിന്തിച്ചത് പ്രകാരമാണ്. ഇസ്രായേൽ ജനം അമോലേക്കുകളുടെ ഇടയിലേക്ക് കടന്നു ചെന്നാൽ യുദ്ധമുണ്ടാകും. ആ യുദ്ധം കാണുമ്പോൾ അവരുടെ ഹൃദയം തണുത്തുപോകും. അതുകൊണ്ട് ഒരിക്കലും ഇസ്രായേൽ ജനങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കരുത് എന്ന് ദൈവം ആഗ്രഹിച്ച അവരെ മറ്റൊരു വഴിയെ ചുറ്റി നടത്തി. എന്നാൽ പിറുപിറുപ്പുള്ള, അനുസരണക്കേടുള്ള ജനം ദൈവത്തിനെതിരെ പിറുപിറുക്കുകയും ദൈവം നൽകിയതായിട്ടുള്ള ജീവൻ്റെ ജലം അത് മതിയായതല്ല എന്ന് ചിന്തിക്കുകയും ദൈവം നൽകിയതായിട്ടുള്ള ജീവൻ്റെ അപ്പം മന്ന അത് പോരാ എന്ന് ചിന്തിക്കുകയും വെളുത്തുള്ളിയും ഇറച്ചിക്കലങ്ങളും ആഗ്രഹിച്ച, കാടപ്പക്ഷികളെ ഭക്ഷിക്കുവാൻ ആഗ്രഹിച്ച ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവം അത് നൽകിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം. എങ്കിലും ഇത്രത്തോളം മത്സരികളായിരിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കണ്ടിട്ടും ദൈവത്തിൽ നിന്നും വേർപിരിഞ്ഞു പോകുന്ന, ദൈവത്തിൽ നിന്നും മാറിപ്പോകുന്നതായിട്ടുള്ള ജനത്തെ ദൈവം അങ്ങനെ വിടുവാൻ ആഗ്രഹിച്ചില്ല. ദൈവം അവരെ വീണ്ടും 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 അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട്, അതിശയങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട്, അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് അവരെ സ്വർഗത്തിലെ ദൈവം വീണ്ടും ദൈവത്തോട് അടുപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. ഇവിടെ ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ മറ്റൊരു പ്രതിസന്ധി കടന്നു വരുന്നു. അമാലേക്കുകളെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവർ മല്ലന്മാരെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അത്തരത്തിലുള്ള മല്ലന്മാർ കൂടി താമസിക്കുന്നതായിട്ടുള്ള ഒരു സ്ഥലത്തുകൂടെ
ഇസ്രായേൽ ജനങ്ങൾ കടന്നുപോയാൽ തീർച്ചയായും അവർ ഇസ്രായേൽ ജനങ്ങളെ ഉപദ്രവിക്കുമെന്ന്, അതിലൂടെ അവരുടെ ജീവിതത്തിൽ ചില തിക്താനുഭവങ്ങൾ കണ്ട് അവരുടെ മനസ്സ് മുരടിക്കുമെന്നും സ്വർഗത്തിലെ ദൈവം ചിന്തിച്ചു. എന്നാൽ ആ ആസന്നമായിരിക്കുന്ന യുദ്ധം സംഭവിച്ചേ മതിയാവുകയുള്ളൂ എന്ന് സ്വർഗത്തിലെ ദൈവം ചിന്തിച്ചു. ദൈവം പറയുന്നു, അമാലേക്കുകൾക്കും ദൈവത്തിൻ്റെ ജനത്തിനും തലമുറയായി യുദ്ധം ഉണ്ടാകും എന്ന്. ഈ യുദ്ധത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം പറയുന്നു, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി എന്ന്. ആരൊക്കെയാണ് സ്വർഗത്തിൽ യുദ്ധം ചെയ്തത് അല്ലെങ്കിൽ തമ്മിൽ പോരാടിയത്? ദൈവത്തിൻ്റെ ദൂതനായിരിക്കുന്ന, ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന, വൺ ഹൂ ലൈക്ക് ദ മോസ്റ്റ് ഹൈ, അത്യുന്നതനായ ദൈവത്തിന് സമനായിരിക്കുന്ന, ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു മീഖായേൽ ഒരു ഭാഗത്ത്, മീഖായേലിൻ്റെ സൈന്യവുമായിട്ട്, മറുഭാഗത്ത് സാത്താനും പിശാചുമായിരിക്കുന്ന പഴയ സർപ്പം ലൂസിഫർ, ദ അനോയിൻറ്റഡ് ചെരൂബ, ദൈവസിംഹാസനത്തിന് സൈഡിലിരുന്നു കൊണ്ട് ദൈവസിംഹാസനത്തെയും ദൈവത്തിൻ്റെ ഷെഖൈന ഗ്ലോറിയെയും ദൈവകൽപ്പനകളെയും മറച്ചിരുന്ന, മേഴ്സി സീറ്റിന് ചുറ്റും അല്ലെങ്കിൽ കൃപാസനത്തിന് 2 വശങ്ങളിൽ നിൽക്കുന്ന 2 കെരൂബുകളിൽ ഒരുവനായിരിക്കുന്നത് അനോയിൻറ്റഡ് ചെരൂബ, സ്വർഗീയ ഗായക സംഘത്തിൻ്റെ നേതാവ്, ദൈവമാകുവാൻ ആഗ്രഹിച്ചു. യെശയ്യാ പ്രവാചകൻ ചോദിക്കുന്നു, അരുണോദയപുത്രനായിരിക്കുന്ന ശുക്ര, നീ എങ്ങനെ നിലത്തു വീണോ? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം അത്യുന്നതന് മീതെ വയ്ക്കും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞതാ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സൃഷ്ടികർത്താവായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥാനം അലങ്കരിക്കുവാൻ ആഗ്രഹിച്ച കേവല സൃഷ്ടിയായിരിക്കുന്ന ലൂസിഫറിനെ, ദ അനോയിൻറ്റഡ് ചെരൂബിനെ, മറയ്ക്കുന്ന കെരൂബിനെ സ്വർഗത്തിൽ നിന്നും തള്ളി താഴെയിട്ടു എന്ന്. അങ്ങനെ ലൂസിഫർ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വീണു. ഇതാണ് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുന്ന ആദ്യത്തെ യുദ്ധം. അതിനുശേഷം ആദിമ മാതാപിതാക്കളായിരിക്കുന്ന ആദമിനെയും ഔവയെയും വഞ്ചിച്ചതിന് ശേഷം, പാപം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതിന് ശേഷം വീണ്ടും ഭൂമിയിൽ പോരാട്ടം ആരംഭിച്ചു. സഹോദരൻ സഹോദരനെ കൊല്ലുന്നു. ഹാബേൽ കായീൻ്റെ കൈയാൽ മരണപ്പെടുന്നു. യുദ്ധത്തിൻ്റെ പരിണിത ഫലം അത് തലമുറകളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ പിശാചിൻ്റെ സിംഹാസനത്തെ, പിശാചിനെ, സ്വർഗത്തിൽ യുദ്ധത്തിന് കാരണമായി തീർന്നിരിക്കുന്ന പിശാചിനെ പ്രദാനം ചെയ്യുന്ന അമോലോക്കുകൾ ദൈവത്തിൻ്റെ ജനത്തിന് വിരുദ്ധമായി യുദ്ധം ചെയ്തു എന്ന തിരുവചനം രേഖപ്പെടുത്തുന്നു. അങ്ങനെ അമോലോക്കുകൾ ദൈവത്തിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ദൈവജനത്തിന് വിരുദ്ധമായി യുദ്ധം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ദൈവത്തിൻ്റെ ജനത്തിന് നേരിട്ട ചില പ്രയാസങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തുന്നു. എന്നാലും ആ യുദ്ധത്തിൽ ദൈവത്തിൻ്റെ ജനത്തിന് അന്തിമ വിജയമുണ്ടായി എന്ന് കാണുവാൻ സാധിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ആ യുദ്ധങ്ങളെ നേരിടുന്നതിന് വേണ്ടി, ശത്രുരാജ്യത്തെ നേരിടുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യുന്നതായിട്ടുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് ആയുധങ്ങളാണ്. വാളും പടക്കോപ്പും യുദ്ധസാമഗ്രികളും തോക്കും പീരങ്കികളുമൊക്കെയാണ് യുദ്ധത്തിന് വേണ്ടി ജനം ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ജനം യുദ്ധം ചെയ്യുമ്പോൾ ജോഷുവ ദൈവത്തിൻ്റെ ജനത്തെ, ഇസ്രായേൽ മക്കളെ യുദ്ധത്തിന് നയിക്കുന്നു. ജോഷുവ യുദ്ധം ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ ദൈവം വയ്ക്കുന്നു. ജോഷുവയുടെ യുദ്ധം അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ജോഷുവ യുദ്ധം ജയിക്കണമെങ്കിൽ, ഇസ്രായേൽ ജനം യുദ്ധം ജയിക്കണമെങ്കിൽ മോശയുടെ കരങ്ങൾ ഇങ്ങനെ ഉയർന്നിരിക്കണം. മോശയുടെ കരം ഇങ്ങനെ താണുപോയാൽ ഇസ്രായേൽ ജനങ്ങൾക്ക് പരാജയം. മോശയുടെ കരം ഇങ്ങനെ ഉയർന്നിരുന്നാൽ ഇസ്രായേൽ ജനങ്ങൾക്ക് വിജയം. ദൈവം ഇവിടെ യുദ്ധം ജയിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ തന്ത്രം ഇസ്രായേൽ ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇസ്രായേൽ ജനങ്ങളെ നയിക്കുന്ന നേതാവിൻ്റെ കരം എപ്പോഴും ഇങ്ങനെ ഉയർന്നിരിക്കണം. അങ്ങനെ ഉയർന്നിരുന്നെങ്കിൽ മാത്രമേ ഇസ്രായേൽ ജനങ്ങൾക്ക് വിജയം വരികയുള്ളൂ. അങ്ങനെ ഇസ്രായേൽ ജനങ്ങളുടെ നേതാവായിരിക്കുന്ന മോശയുടെ കരം ഇങ്ങനെ ഉയർന്നിരിക്കണമെങ്കിൽ
ആ മോശയുടെ കരങ്ങളെ 2 പേര് താങ്ങണം. ഇനി കരങ്ങളെ 2 പേർ താങ്ങിയാൽ മാത്രം പോരാ, മോശയ്ക്ക് വേണ്ടി, ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും മുന്നിൽ നിന്ന് പട നയിക്കണം. അതാര് എന്നുള്ള ചോദ്യം ജോഷുവ ഏറ്റെടുത്തു. ജോഷുവ ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി പട നയിച്ചു. ജോഷുവ യുദ്ധം ചെയ്യുന്ന. മോശയുടെ കരം എപ്പോഴെല്ലാം ഉയർന്നിരുന്നോ അപ്പോഴെല്ലാം ഇസ്രായേൽ ജനങ്ങൾക്ക് വിജയമുണ്ടായി. എന്നാൽ മോശയുടെ കരം താണതായിട്ടുള്ള സമയത്തൊക്കെയും ഇസ്രായേൽ ജനത്തിന് പരാജയം. അങ്ങനെ ഇത് മനസ്സിലാക്കിയതായിട്ടുള്ള അഹരോനും ഹൂരും മോശയുടെ അടുക്കലേക്ക് കടന്നു ചെന്ന മോശയുടെ കരങ്ങൾക്ക് ശക്തി നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. അവർ മോശയുടെ കരങ്ങൾക്ക് ശക്തി നൽകി. ഒരു കല്ല്, 2 ഭാഗത്തും കല്ലെടുത്ത് വെച്ച് അതിലിരുന്നു കൊണ്ട് മോശയുടെ കരങ്ങളെ ഇങ്ങനെ താങ്ങി പിടിച്ചു എന്ന തിരുവചനം രേഖപ്പെടുത്തുന്നു. അങ്ങനെ മോശയുടെ കരം വൈകുന്നേരം വരെ, സൂര്യാസ്തമനം വരെ ഉയർന്നിരുന്നോ. അവിടെ ജോഷുവ ശത്രുരാജ്യത്തെ നിഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഇസ്രായേൽ ജനങ്ങൾക്ക് വിജയമുണ്ടായി. ഇതിൽ നിന്നും നാം പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം, കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ഇരുപക്ഷത്തെയും ഒന്നാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വേർപാടിൻ്റെ ചുമര് ഇടിച്ചു കളഞ്ഞ് ഇരുപക്ഷത്തെയും ഒന്നാക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്ന്. പാപത്തിൻ്റെ ഫലമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങളുടെ പാപങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റുന്നത്. മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലമായിട്ടാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള വിള്ളലുണ്ടായത്. എന്നാൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുംചുവപ്പായാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കാം. മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലമായിട്ട് ദൈവവും മനുഷ്യനും തമ്മിൽ അകന്നെടുത്ത അതിൻ്റെ മധ്യത്തിലെ ക്രൂശിൽ കർത്താവ് യേശുക്രിസ്തു തൂങ്ങി മരിച്ചതിലൂടെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ അന്തരത്തിന് കുറവ് സംഭവിച്ചു. അതേ ദൈവം പറയുന്നു, വേർപാടിൻ്റെ ചുവട് നീക്കി ഇരുപക്ഷത്തെയും ഒന്നാക്കിയതുപോലെ ദൈവം ഐക്യത ആഗ്രഹിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ, കുടുംബത്തിൽ ദൈവം യോജിപ്പിച്ച സ്ത്രീയും പുരുഷനും ഏക ശരീരമായിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സഭയും ഐക്യതയുള്ളതായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു. കാരണം ആദിമ മാതാപിതാക്കളായിരിക്കുന്ന ആദമിനെയും അവയെ പറ്റിച്ച് ആ ഫലം ഭക്ഷിപ്പിച്ചപ്പോൾ, വിലക്കപ്പെട്ട ഖനി അവ ഭക്ഷിച്ചപ്പോൾ, അതിനെ നിർബന്ധിച്ച് ആദമിന് നൽകിയപ്പോൾ പാപം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. അതിൻ്റെ ഫലമായിട്ട് തിക്താനുഭവങ്ങൾ നിരവധി ഉണ്ടായി. അതിലൂടെ സെപ്പറേഷൻ, വേർപാടിൻ്റെ അനുഭവം, വേദനാജനകമായിരിക്കുന്ന കാര്യങ്ങളൊക്കെയും സംഭവിച്ചു. മരണം അതിൻ്റെ ഫലം, രോഗം, ദുഃഖം, അതോടൊപ്പം തന്നെ ഭിന്നത അതിനോടൊപ്പം കടന്നു വന്നുവെന്ന് കാണുവാൻ സാധിക്കാം. ദൈവം ആദമിനോട് ചോദിക്കുന്നു, ആദമേ നീ എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ പറയുന്നു, അവിടെ നിന്ന് സൃഷ്ടിച്ച് നൽകിയ അവയാണ് ഇതിന് കാരണമെന്ന്. അവയോട് ചോദിച്ചപ്പോൾ അവ പറയുന്നു, പാമ്പാണ് കാരണം എന്ന്. അങ്ങനെ മനുഷ്യൻ പരസ്പരം കുറ്റപ്പെടുത്തുവാൻ തുടങ്ങി. ഭിന്നത അവരുടെ ഇടയിൽ നിലനിൽക്കുവാൻ തുടങ്ങി. കാരണം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നത്, പാപം മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റിക്കളഞ്ഞത്. അതേ ഭിന്നത ആദിമ മാതാപിതാക്കളുടെ ഇടയിലേക്ക് കടന്നു വന്ന യൂണിറ്റി, ഐക്യമില്ലാത്ത കുടുംബങ്ങൾ ജനിക്കുവാൻ തുടങ്ങി. സഹോദരങ്ങൾ തമ്മിൽ ഐക്യമില്ലാത്തതായിട്ടുള്ള അവസ്ഥകൾ ഉടലെടുക്കുവാൻ തുടങ്ങി. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും ഒത്തൊരുമിച്ച് വസിക്കണം എന്നുള്ളതാണ്. വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിൽ പറയുന്നു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, ദൈവം താൻ അവരെ മേച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നയിക്കാം. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെയും തുടച്ചു കളയുന്ന ദൈവം മനുഷ്യൻ ഒത്തൊരുമിച്ച് ദൈവത്തോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവം യൂണിറ്റി, ഐക്യത ആഗ്രഹിക്കുന്നു. ആ ഐക്യതയുടെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം ഇപ്രകാരം ഒരു സിറ്റുവേഷൻ ഇസ്രായേൽ ജനങ്ങൾക്കുണ്ടാക്കി നൽകിയത്. ദൈവം നോക്കുമ്പോൾ
ജോഷുവയും മോശയുമെല്ലാം ദൈവഹിതപ്രകാരം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ പിറുപിറുക്കുന്ന ഒരു തലമുറയെ, ഒരു സമൂഹത്തെ ദൈവത്തിന് കാണുവാൻ സാധിക്കാം. ദൈവം പറയുന്നു, അത് പാടില്ല. നിങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കണം. നിങ്ങൾ ഒരുമിച്ച് മരുഭൂ യാത്രയിലൂടെ കടന്നു പോകണം. പിറുപിറുപ്പിൻ്റെ, വേർപെടലിൻ്റെ അനുഭവം ഉണ്ടാകുവാൻ പാടില്ല. ഐക്യത വേണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ. ആ പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം യുദ്ധം ജയിക്കുവാൻ ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയത്. ദൈവത്തിൻ്റെ ദൂതന്മാരെ കൊണ്ട് നിസ്സാര സമയം കൊണ്ട് അവരെ നശിപ്പിച്ച് കളയാമായിരുന്നു. പല സാഹചര്യങ്ങളിലും ദൈവം അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ദൈവത്തിന് വളരെ ഈസിയായിട്ട് അമോലോക്കുകളെ ജയിപ്പിക്കുവാൻ, അല്ലെങ്കിൽ അമോലോക്കുകളെ കൊന്നൊടുക്കുവാൻ ഇസ്രായേൽ ജനത്തിന് വിജയം നൽകുവാൻ സാധിക്കാം. നമുക്കറിയാം യെരിക്കോ പട്ടണത്തിൻ്റെ അവസ്ഥ. ദൈവം നിസ്സാരമായിട്ട് അതിനെ, ഇത്രയും വലിയ പട്ടണം ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകാമെങ്കിൽ ഈ ഒരു അവസരത്തിലും വളരെ ഈസിയായിട്ട് സ്വർഗത്തിലെ ദൈവത്തിന് ഈ അമോലോക്കുകളെ നശിപ്പിക്കുവാൻ സാധിക്കാം. പക്ഷേ ദൈവിക പദ്ധതി ഇസ്രായേൽ ജനങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഐക്യതയുടെ ബാലപാഠങ്ങളെ അവരെ പഠിപ്പിക്കുക. അതിന് ദൈവം കാണിച്ചു കൊടുത്തു. നേതാവായിരിക്കുന്ന മോശെ, സഹോദരനായിരിക്കുന്ന അഹരോനും ഹൂരും അവൻ്റെ കൈകൾക്ക് താങ്ങായി നിൽക്കണം. അവൻ്റെ കൈകൾ എപ്പോഴും ഉയർന്നു നിൽക്കുന്നതിന് വേണ്ടി നിങ്ങൾ അവന് സപ്പോർട്ട് കൊടുക്കണം. നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. അതുപോലെ ജോഷുവ യുദ്ധം ചെയ്യുമ്പോൾ ഇസ്രായേൽ ജനവും ചേർന്ന് ജോഷുവയോടൊപ്പം യുദ്ധം ചെയ്യണം. ഭിന്നിച്ച് മാറി നിൽക്കുവാൻ പാടില്ല. ഒരുപോലെ ജോഷുവയുടെ പിന്നിൽ അണിനിരക്കണം. അങ്ങനെ ഐക്യതയോടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനം ഈ ഒരു സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സ്വർഗത്തിൽ ഭിന്നതയുണ്ടായപ്പോൾ ആ ഭിന്നിപ്പിൻ്റെ ആത്മാവിനെ കൊണ്ടു നടക്കുന്നതായിട്ടുള്ള ദൂതന്മാരെ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അതോടൊപ്പം ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള ആത്മീക വരങ്ങളിൽ ഐക്യതയുടെ ആത്മാവിൻ്റെ ഇമ്പോർട്ടൻസിനെ ദൈവത്തിൻ്റെ വചനം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ സ്പഷ്ടമായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മോട് പറയുന്ന, ക്രിസ്തുവാകുന്ന തലയുടെ ഓരോ അവയവങ്ങളുമാണ് സഭയിലെ ഓരോ വ്യക്തികളും. അങ്ങനെ സഭയിലെ ഓരോ വ്യക്തികളുമായിരിക്കുന്ന നാം ഓരോരുത്തരും ക്രിസ്തുവാകുന്ന തല പറയുന്നതനുസരിച്ച് വേണം പ്രവർത്തിക്കുവാൻ. കാരണം തലയ്ക്കുള്ളിലാണ് തലച്ചോറിരിക്കുന്നത്, ബ്രെയിൻ ഇരിക്കുന്നത്. ആ ബ്രെയിനിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ചാണ് ഒരു വ്യക്തിയുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന സഭ അത് അനുഗ്രഹിക്കപ്പെട്ട സഭയായിരിക്കാം. ആ സഭയ്ക്കുള്ളിൽ ഭിന്നിപ്പുണ്ടാവുകയില്ല. ആ സഭയ്ക്കുള്ളിൽ മ്ലേച്ഛ പ്രവൃത്തികൾ ഉണ്ടായിരിക്കുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൻ്റെ ആത്മാവിനാൽ ആ സഭ കൃത്യതയോടെ മുന്നോട്ട് പോകാം. നമ്മുടെ ശരീരത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന അവയവങ്ങൾ നിലനിൽക്കുന്നത് പോലെ സഭയ്ക്കുള്ളിലെ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിരിക്കുന്ന ആത്മീക വരങ്ങളാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഈ ആത്മീക വരങ്ങളൊക്കെയും എന്തിനു വേണ്ടിയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ സ്പഷ്ടമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും വ്യത്യസ്തമായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്യുവാനുള്ളത്. കൈയുടെ പ്രവർത്തനമല്ല കാലിൻ്റേത്, കാലിൻ്റെ പ്രവർത്തനമല്ല ചെവിയുടേത്, ചെവിയുടെ പ്രവർത്തനമല്ല കിഡ്നിയുടേത്, കിഡ്നിയുടെ പ്രവർത്തനമല്ല ലിവറിൻ്റേത്. ഓരോ അവയവങ്ങൾക്കും വ്യത്യസ്തമായിരിക്കുന്ന പ്രവർത്തനങ്ങളാണുള്ളത്. അതുപോലെ തന്നെ സഭയ്ക്കുള്ളിലെ ആത്മീക അന്തരീക്ഷത്തിന് ഏറ്റവും അതിപ്രധാനമായിരിക്കുന്ന ഘടകമാണ് ആത്മീക വരങ്ങൾ. അത് ദൈവം ഓരോ വ്യക്തിക്കും അവരുടെ പ്രാപ്തിക്കനുസരിച്ച് വ്യത്യസ്ത വരങ്ങളാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ ആത്മീക വരങ്ങൾ ലഭിച്ചിരിക്കുന്ന വ്യക്തികളെല്ലാം ക്രിസ്തുവാകുന്ന തലയിലൂടെ, ആ ക്രിസ്തുവിൻ്റെ തലയാകുന്ന അതിലൂടെ, അല്ലെങ്കിൽ ക്രിസ്തുവാകുന്ന തലയിലൂടെ നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ
എല്ലാം വളരെ മനോഹരമായി തീരും. അങ്ങനെ എല്ലാം മനോഹരമായി തീരണമെങ്കിൽ നമ്മൾ തല പറയുന്നത് അനുസരിക്കണം, അല്ലെങ്കിൽ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനനുസരിച്ച് മുന്നോട്ട് പോകണം. ക്രിസ്തു നൽകുന്ന നിർദ്ദേശപ്രകാരം നമ്മൾ ഓരോരുത്തരും നമ്മളാകുന്ന അവയവങ്ങൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സഭയിൽ ഐക്യതയുടെ അനുഭവം ഉണ്ടാവുകയുള്ളൂ. ആ ക്രിസ്തുവിൽ ഏകീഭവിക്കുക എന്നാൽ മറ്റ് അവയവങ്ങളെല്ലാം ക്രിസ്തുവാകുന്ന തലയിൽ ഏകീഭവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നാം ഏകീഭവിക്കുമ്പോൾ ഐക്യത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുകയും നമ്മുടെ ജീവിതങ്ങൾ ഏറ്റവും അനുഗ്രഹപ്രദമാകും. അതോടെ പാട്ടുകാരൻ പറയുന്നത് പോലെ ദൈവസ്നേഹത്തിൽ നമ്മൾ ഒരുമിച്ച് വസിക്കുമ്പോൾ ലോകർ യേശുവെ അറിയാം. ലോകർ യേശുവെ അറിയണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവാകുന്ന തലയ്ക്കനുസരിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ ഐക്യത്തിൻ്റെ ആത്മാവിനാൽ മുന്നോട്ട് പോകുവാനാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അത് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് അമലേക്കുകളുടെ യുദ്ധത്തിൽ മോശയുടെ കൈ എപ്പോഴും ഉയർന്നിരിക്കണമെന്ന സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ ജനങ്ങളോട് കൽപ്പിച്ചത്. അങ്ങനെ അമലേക്കുകളെ പരാജയപ്പെടുത്തി ഇസ്രായേൽ ജനം വിജയിച്ചപ്പോൾ അവിടെ മോശ സ്വർഗത്തിലെ ദൈവത്തിന് ഒരു യാഗപീഠം പണിയുന്നു. ആ യാഗപീഠത്തിന് മോശ ഇടുന്ന പേര് യഹോവ നിസി, യഹോവ എൻ്റെ കൊടി, ഗാഡ് ഈസ് മൈ ബാനർ. ആ ബാനറിൽ നമ്മൾ യുദ്ധം ചെയ്താൽ നമ്മൾ ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മോശ ആ യാഗപീഠത്തിന് യഹോവ നിസി എന്ന് പേരിടുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അമലേക്കുകളോട് ദൈവത്തിൻ്റെ ജനത്തിന് തലമുറയായി യുദ്ധമുണ്ട് എന്ന്. സ്വർഗത്തിൽ നിന്നും വീഴ്ച ഭവിച്ച പിശാചിനോടുകൂടെ ദൈവത്തിൻ്റെ ജനത്തിന് യുദ്ധമുള്ളതുപോലെ വെളിപ്പാട് 12:17 കൃത്യമായി പറയുന്നു, ദൈവകൽപ്പന പ്രമാണിക്കുകയും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പിശാച് പുറപ്പെട്ടു എന്ന്. ആ പിശാചിന് ഇന്ന് ദൈവജനത്തോടാണ് പോരാട്ടമുള്ളത്. ആ പോരാട്ടത്തിൻ്റെ ഒരു നിഴലായ ഭാഗമാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. ആ അമലേക്കുകളോട് ഇസ്രായേൽ ജനത്തിന് തലമുറയായി യുദ്ധമുള്ളതുപോലെ നമുക്കും പിശാചിനോട് തലമുറയായി ക്രിസ്തുവിൻ്റെ വരവ് വരെയും വൻ പോരാട്ടത്തിന് പങ്കാളികളാണ് നമ്മൾ ഓരോരുത്തരും, പങ്കാളികളാണ് നാം ഓരോരുത്തരും. നമുക്ക് പിശാചിനോട് യുദ്ധമുണ്ട്. അവൻ്റെ തന്ത്രങ്ങളെ എതിർത്ത് തോൽപ്പിക്കണമെങ്കിൽ നമ്മളും ഐക്യതയുള്ളവരായിരിക്കണം. അങ്ങനെ നമ്മൾ ഐക്യതയോടെ പ്രവർത്തിച്ച് പിശാചിൻ്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുമ്പോൾ നമ്മുടെ യാഗപീഠങ്ങൾക്കും നമ്മൾ പേരിടും യഹോവ നിസി, യഹോവ എൻ്റെ കൊടി, ഗോഡ് ഈസ് മൈ ബാനർ. അങ്ങനെ ആ ബാനറിൽ യുദ്ധം ചെയ്യുവാൻ, യഹോവയാണ് എൻ്റെ കൊടി എന്ന് സ്വയം തീരുമാനിക്കുവാൻ ദൈവം ഈ ദിവസത്തിൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായിരിക്കുന്ന അടിയങ്ങളുടെ കൊടിയായിരിക്കുന്ന ആ സ്വർഗത്തിലെ നല്ല പിതാവാം ദൈവമേ, അടിയങ്ങൾ കർത്താവ് അങ്ങയുടെ കൊടിക്കീഴിൽ അണിനിരന്നുകൊണ്ട് അങ്ങയുടെ ബാനറിൽ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ എൻ്റെ ദൈവം അടിയങ്ങളെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈ യുദ്ധത്തിൻ്റെ അന്തിമ വിജയം എൻ്റെ ദൈവത്തിനും ദൈവത്തിൻ്റെ മക്കൾക്കുമാണ്, ദൈവത്തിൻ്റെ വിശുദ്ധന്മാർക്കാണ് എന്ന് മനസ്സിലാക്കി അങ്ങിൽ ആശ്രയിച്ച് അങ്ങിൽ ഉറച്ച് അങ്ങയോടൊപ്പം ശത്രുവിനോട് യുദ്ധം ചെയ്യുവാൻ എൻ്റെ ദൈവം അടിയങ്ങളെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്തുന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.